വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും അധികൃതരുടെ അവഗണന തുടരുകയാണ്. കോളനികളിൽ നിന്ന് കുട്ടികളെ വാഹനങ്ങളിൽ സ്കൂളിലെത്തിക്കുന്ന ഗോത്രസാരഥി പദ്ധതിയും കൃത്യമായി നടപ്പാകുന്നില്ല. ഉന്നത വിദ്യാഭ്യാസത്തിന് ഇവർക്കുള്ള അവസരവും കുറവാണ്. വിദ്യാഭ്യാസപരമായിട്ട് നോക്കുമ്പോൾ കൽപ്പറ്റ സെക്ടറിൽ മാത്രം 125ഓളം കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇവർക്ക് അവർ പഠിച്ച വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ജോലി ഇതുവരെ ഉണ്ടാക്കി കൊടുക്കാൻ കിർത്താഡ്സിനോ കിലേക്കോ അല്ലെ പട്ടികവർഗ വികസന വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. സ്കൂളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ കോളനിയിൽ തന്നെ കിടക്കുന്നുണ്ട്, കുറേ കുട്ടികൾ കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നടന്നു പോയി ചുണ്ട സ്കൂളിൽ പോയി പഠിച്ച് വരേണ്ട ഗതികേട് വരുന്നുണ്ട്. കൊച്ചു കുട്ടികൾ ഇവിടെ നിന്ന് എങ്ങനെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ ചുണ്ടയിലെത്തി പോയി പഠിച്ചു വരാൻ കഴിയും? ഒരു വാഹന സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഗോത്രസാരഥി വന്ന് ഞങ്ങളുടെ കോളനിയിലൊക്കെ ഗോത്രസാരഥി വന്നിട്ട് പോലും ഇതുവരെ ഓടിയ വണ്ടിയുടെ പൈസ കൊടുത്തിട്ടില്ല. പണിയ വിഭാഗക്കാരാണ് വയനാട്ടിൽ കൂടുതലും. മൂപ്പന്മാർ, കുറിച്യ, കുറുമ, പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കാട്ടുനായ്ക്കർ, ചോലനായ്ക്കാർ വിഭാഗക്കാരുമുണ്ട്. കിലോമീറ്ററുകൾ കാടിനുള്ളിലൂടെ നടന്നാലെത്തുന്ന കോളനികളുമുണ്ട് ഈ വിഭാഗത്തിൽ. ഈ വിഭാഗങ്ങൾക്കുള്ള ഭൂമി വിതരണവും അവതാളത്തിലാണ്. ഒരു കുടുംബത്തിന് 5 ഏക്കർ നൽകുമെന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ പദ്ധതി ഇനിയും എങ്ങും എത്തിയിട്ടില്ല. കാടുകൾക്കുള്ളിൽ താമസിക്കുന്നവരെ പുറത്തെത്തിക്കുന്ന സ്വയം പുനരധിവാസ പദ്ധതി തുടങ്ങിയെങ്കിലും ഇനിയും പൂർത്തിയായില്ല. ഭൂമി വാങ്ങി നൽകുന്നതിനായി കഴിഞ്ഞ സർക്കാർ അനുവദിച്ച 50 കോടി രൂപ ഇതുവരെ ചിലവഴിച്ചിട്ടില്ല. ഒരു കൂരയിൽ 3-4 കുടുംബങ്ങളാണ് ഇപ്പോഴും താമസിക്കുന്നത്. മുത്തങ്ങയ്ക്ക് ശേഷം ഭൂസമരങ്ങൾ പലത് നടന്നെങ്കിലും വാഗ്ദാനങ്ങളും കരാറുകളും ജലരേഖകളായി. ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ആദിവാസി ഭൂവിതരണത്തിന് വേണ്ടി കലക്ടർ ഭാസ്കരൻ സാറുള്ള കാലത്ത് 50 കോടി രൂപ അനുവദിച്ചിട്ട് ജില്ലാ ഭരണകൂടത്തിന് ഏൽപ്പിച്ചതാണ് ഈ ആദിവാസികൾക്ക് വിതരണം ചെയ്യാനുള്ള ഭൂമി. അത് ഇക്കണ്ട കാലം അത്രയായിട്ടും ഒരാൾക്ക് പോലും ഭൂമി വാങ്ങി വിതരണം ചെയ്യാൻ കഴിഞ്ഞ സർക്കാരിനോ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. ഈ ഭൂവിതരണം ഭൂമാഫിയയുടെ കയ്യിൽ കിടന്ന് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. അപ്പം ആ ഒരു പ്രവണത മാറ്റി ഉദ്യോഗസ്ഥരിൽ നല്ല സഹകരണം ഉണ്ടായി അവർക്ക് വേണ്ട ഭൂമി ഉടനടി കണ്ടെടുത്ത് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. മഴക്കാലത്ത് കോളറ പോലുള്ള പകർച്ചവ്യാധികൾ പടരുമ്പോൾ തടയാൻ നടപടികൾ ഉണ്ടാകാറില്ല. വർഷങ്ങൾ കഴിയുന്തോറും ആദിവാസികൾക്കിടയിലെ അകാല മരണങ്ങളുടെ എണ്ണം വർദ്ധിച്ചുവരുന്നു. ശിശുമരണങ്ങളും രോഗങ്ങളും പോഷകാഹാരക്കുറവും വയനാട്ടിലെ ചില ആദിവാസി വിഭാഗങ്ങളെ വംശനാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. ഇത് തടയാൻ ഭരണാധികാരികളുടെയും പൊതുസമൂഹത്തിന്റെയും ഇടപെടൽ ഇനിയും വൈകിക്കൂടാ. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ വ്യത്യസ്ത പദ്ധതികളിൽ ഊരുകളിൽ നടപ്പിലാക്കുന്നതിന് പകരം സർക്കാരിൻ്റെ മുഴുവൻ സംവിധാനവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി കോളനിയിൽ ഐക്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ അല്പ ആശ്വാസം പെട്ടെന്ന് സാധ്യമാകാൻ ഊരുകൾക്ക് സാധ്യതയുണ്ട്. ഇതാണ് ഞങ്ങളുടെ സർവേയിലൂടെ ഞങ്ങൾക്ക് ബോധ്യമായത്. കാട്ടുനായ്ക്കർക്കും പണയ വിഭാഗങ്ങൾക്കുമായി സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതിയുണ്ട്. കേന്ദ്രത്തിന്റെ വക വേറെയും. പദ്ധതികളല്ല, കൃത്യമായ നിർവഹണമാണ് ഇനി ആവശ്യം. കിട്ടുന്നതിൽ പകുതിയെങ്കിലും ഇവർക്ക് വേണ്ടി ചെലവഴിച്ചാൽ ഇവരുടെ ഉന്നതി സാധ്യമാകും.
കിളിപ്പെണ്ണേ